നമസ്കാരം സുഹൃത്തുക്കളെ, അബ്ബാസ് കല്ലൂരിട്ടിയാണ് കേട്ടോ. ഞാൻ 5 ഏക്കർ റബ്ബർ തോട്ടാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. 1100 റബ്ബർ, 100ൽ താഴെ തെങ്ങും തൈ. റബ്ബർ 2ാം കൊല്ലാണ് കേട്ടോ. എത്ര വില നോക്കണം നിങ്ങൾ? സെന്റിന് വെറും 20,000 റുപ്യ. നല്ല വണ്ടി സൈറ്റ്, നല്ല വണ്ടി സൈറ്റ്. കാറ് കാര്യങ്ങളൊക്കെ എത്തും. കുറച്ച് കയറ്റുണ്ട്, നല്ല കയറ്റുണ്ട്. ആ കയറ്റത്തിലൊക്കെ വന്ന് കോൺക്രീറ്റ് ചെയ്ത് റോഡ് ഉഷാറാക്കിയിട്ടുണ്ട്. കാറും ബൈക്കും എല്ലാം കയറി വരും. നമ്മളെ പറമ്പിന്റെ മുകളിലൊക്കെ എന്താ പറയുക, വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എല്ലാ ഭാഗത്തേക്കും വണ്ടി എത്തും. അപ്പം നല്ല വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോഴി ഫാം അടിക്കാം, റിസോർട്ട് അടിക്കാം, ഹോം സ്റ്റേ അടിക്കാം. നല്ല പ്രൈവസി ഉള്ള ഏരിയ ആണ്. ആരെ കൊണ്ട് ഒരു അല്ലലുണ്ടാവില്ല. എന്ത് ഫാം അടിക്കാനും, നിങ്ങൾ പന്നി ഫാം അടിക്കാനും കുഴപ്പമില്ല. സംഭവം മനസ്സിലായോ? അങ്ങനെ അടിപൊളി ഒരു സ്ഥലം. അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം. സെന്റിന് വെറും 20,000 റുപ്യ ഉള്ളൂ. അതും ഞാൻ കോശിപ്പെടാ കേട്ടോ. അപ്പൊ മുത്തുമണികളെ കണ്ടോളിതാ, ഇതാണ് നമ്മളെ സ്ഥലം വരുന്നത് കേട്ടോ. റോഡ് ഈ വരുന്ന റോഡ് ഇങ്ങനെ വന്നാൽ പച്ച ഷീറ്റ് കെട്ടിയതിന് ഇപ്പുറത്തേക്ക് സ്ഥലം ഇങ്ങനെ വരും. അതിങ്ങനെ വന്നാലും മക്കളെ എന്താ അതിന്റെ രസം, നല്ല രസം ഇവിടെ വന്ന് നിൽക്കാൻ കേട്ടോ. അതാ ഈ തൈകൾ കേട്ടോ, 2ാം കൊല്ലം തൈയാണ്. നല്ല വളമിട്ട് നല്ല ഉഷാറായിട്ട് മുകളിൽ പണിക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കൃത്യമായിട്ട് അവിടെ ഒരു വളം ഇടുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായി നല്ല നോട്ടവും പരിചരണമുള്ള അടിപൊളി തോട്ടം. ഇത് വാഴ വെച്ചു കൊടുത്തിട്ടുണ്ട്. വാഴ നമ്മളതല്ല, തെങ്ങുണ്ട്. 100ന്റെ അടുത്ത് നമുക്ക് തെങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമുക് കുറച്ച് വെച്ചിട്ടുണ്ട്. കമുക് എത്ര ഉണ്ടാവും? 100 കവുങ്ങ് തൽക്കാലം ഒരു രസത്തിന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കവുങ്ങ്. അപ്പൊ നമുക്ക് അടിപൊളി ഏരിയ ആണ് കേട്ടോ. ഒന്നും പറയാനില്ല. എന്തെല്ലാം സാധനങ്ങൾ തുടങ്ങാൻ പറ്റും അതൊക്കെ തുടങ്ങാൻ നമുക്ക്. ഇതാ വ്യൂ ഉണ്ടോന്നോ? വ്യൂ ഉണ്ട്. ഇതാ കാണിച്ചരാ. വ്യൂവിനൊരു കുറവില്ലതാ, കണ്ടോളിതാ. നല്ല അടിപൊളി വ്യൂ ഉള്ള ഏരിയ കേട്ടോ. നോക്കിയാള് മറിഞ്ഞു പോയതൊക്കെ. അപ്പം വ്യൂവിന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. പിന്നെ ചെറിയ ഷെഡ് കാര്യങ്ങളൊക്കെ അതൊരു നമുക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നൊരു നല്ല അടിപൊളി ഭൂമി. ഇതാ സ്ഥലം ഞാൻ കാണിക്കാം. റബ്ബർ കുറച്ച് പോയതുണ്ടായി. പോയതിന് പുതിയ തൈ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. റബ്ബർ തൈ ഞാൻ കറക്റ്റ് കാണിക്കാം. ഇതാ നോക്കിയാളിതാ, തൈ കാണണ്ടല്ലോ അല്ലേ? ഇതാ സ്കാൻ ചെയ്യാം നമ്മൾ. അടിപൊളി. ഇതാ അപ്പം തരക്കേടില്ലാത്ത തോട്ടാണ്. ഇതാ ഇവിടെ നമുക്ക് ആ കാട് വെട്ടിയ സ്ഥലം വരെ ഉണ്ട് നമുക്ക് സ്ഥലം വരുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ വെച്ച് നോക്കിയോളി. ഇതാ ഈ കാട് വെട്ടി ആ വലിയ റബ്ബറിൻ്റെ ഇപ്പുറത്തേക്കുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ. ഇവിടെ കുറച്ചൊരു കുഴി മാത്രം, ഇവിടെ ഇങ്ങനെ കുറച്ച് കുഴിയുണ്ട്. ബാക്കി എല്ലാ ഭാഗത്തേക്കും എന്താ വണ്ടി നമുക്ക് സുഖസുന്ദരമായിട്ട് വണ്ടി എത്തും. വണ്ടി എത്താത്ത ഭാഗങ്ങൾ മുകളിൽ വരെ നമുക്ക് എന്താക്കാം, ആ മുട്ടക്കൊന്ന് കാണല്ലോ, അവിടെ വരെ നമുക്ക് സ്ഥലമുണ്ട്. അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഉണ്ട്. ഒക്കെ ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിക്കട്ടോ. തെങ്ങൊക്കെ വെച്ചത് ആ വളം ചാണകപ്പൊടി വെട്ടിട്ടാണല്ലോ, ഉണങ്ങിയില്ലേ. ഇതാ അപ്പോൾ അതുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ട്, വെള്ളത്തിനായിട്ട് കിണറുണ്ട് കേട്ടോ. ഇവിടെ താഴെ ഭാഗത്ത് കിണറുണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് എനിക്ക് താഴത്തേക്ക് പോകാൻ നേരമില്ല. ഇപ്പോൾ നല്ല വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. വേനൽക്കൊക്കെ വെള്ളമുണ്ട്, വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്ന നല്ല അടിപൊളി സ്ഥലം. ഞങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും ഉപയോഗിക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് കൈത കൊടുക്കുക, അങ്ങനെയൊക്കെ എന്തൊക്കെ വേണമെങ്കിൽ എന്തൊക്കെ കൃഷി, വത്തക്ക കാര്യങ്ങളോ അങ്ങനെ പലജാതി കൃഷിക്കും സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയോളി. പാട്ടത്തിന് കൊടുക്കൂല, നമുക്ക് വിലക്ക് മൊത്തത്തിൽ കൊടുക്കാനാണ് തീരുമാനം. അപ്പോൾ വേറെ മറ്റ് ശല്യങ്ങളൊന്നും, മൃഗശല്യമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. ഉരുള് പൊട്ടുമെന്നൊക്കെ ചോദിച്ചാൽ ഈ ഇത്രയും കാലം ഉണ്ടായി ഇവിടെ ഉരുള് പൊട്ടിയിട്ടില്ല. ഒരാൾക്ക് ചോദ്യം എങ്ങനെ വരും? അപ്പോൾ അത് മുൻകൂട്ടി പറഞ്ഞാണ്. ഇത്രയും കാര്യം ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതായത് വലിയ റബ്ബർ തൈയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ വേണ്ടി ഇവിടെ അടിപൊളി തൈ, ബഡ് തൈ ഇവിടെ വെച്ചിട്ടുണ്ട്. 430 ഇനം റബ്ബറായിട്ട് വെച്ച്. 430 എണ്ണ അല്ല, 430 എന്ന പേരുള്ള റബ്ബർ. 105 പേരുള്ള റബ്ബറുണ്ട്. അപ്പോൾ 430. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് എനിക്കറിയില്ല. അപ്പം എന്താ പണിക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പണിക്കാരെ കാണുന്നുണ്ട് നിങ്ങൾ? പണിക്കാരാ എന്താ അവിടെ പോയി, പണിക്കാരനോട് പോയി അതാ ഇറങ്ങി വരുന്നത്. അങ്ങനെ 5-8 പണിക്കാർ ഇപ്പോൾ നിലവിൽ കാട് ഒരു തലത്തിൽ കാട് വെട്ടുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പരിചരണമുള്ള ഒരു തോട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള തോട്ടങ്ങൾ എടുത്താൽ നമുക്കൊരു വരുമാനം ഉണ്ടാവും. കാരണം റബ്ബർ തൈ ആയതുകൊണ്ട് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് തന്നെ വെട്ടി വൃത്തിയാക്കി കൊണ്ടെടുക്കുകയും ചെയ്യാം. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ ഇഷ്ടത്തിന് തന്നെ വെട്ടി വൃത്തിയാക്കി നല്ല വൃത്തിയുള്ള വെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടെടുക്കുകയാണെങ്കിൽ ഒരു 10-55 വർഷം നമുക്ക് സുഖസുന്ദരമായിട്ട് റബ്ബറൊക്കെ വെട്ടി ആദായം എടുക്കാൻ പറ്റും. നല്ല വ്യൂ ഉണ്ട് പറഞ്ഞാൽ. മുകളിലേക്ക് പോയാൽ അടിപൊളി വ്യൂ ആയിക്കും കേട്ടോ. ഇതാ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ മക്കളെ ഒന്നും കിതപ്പുണ്ടാവും കേട്ടോ. ഇതെങ്ങനെയുണ്ട് വ്യൂ ഒക്കെ ഞങ്ങൾ? നല്ല സൂപ്പർ ഏരിയ കേട്ടോ. എന്താ ഈ കാണുന്ന വ്യൂ നമുക്ക് ഫ്രീ. ഞാൻ മുകൾക്ക് കയറി വന്നപ്പോൾ ഒന്ന് കിതച്ചതാ, നോക്കിയിടാ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി മുകൾക്ക് കയറിയാൽ ഒന്നും കൂടി വ്യൂ ഉണ്ടാവും. അപ്പോൾ മഴൻ്റെ ലക്ഷണമുള്ളതുകൊണ്ട് ഞാൻ മുകളിലേക്ക് കയറാതെ നിൽക്കുകയാണ്.
അപ്പം നല്ല അടിപൊളി ഇവിടം വരെ നമുക്ക് എന്താണ് വണ്ടി എത്തും കേട്ടോ. അവിടം വരെ നമുക്ക് വണ്ടി എത്തുന്നുണ്ട്. ജീപ്പ് കറക്റ്റ് ഇവിടെ എത്തും. കാർ നമുക്ക് ആ ജീപ്പ് നിൽക്കുന്ന അവിടം വരെ കാർ എത്തും. ഓക്കെ, ഒരു ബുദ്ധിമുട്ടില്ല. വേനൽക്കും മഴക്കാലത്തൊക്കെ എത്തും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള വേഗം വന്നോളി. എന്താ റോഡ് ഇങ്ങനെയാണുള്ളത്. നല്ല, അതായത് നമുക്ക് പിന്നെ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും സുഖമായിട്ട് വണ്ടി ഓടിച്ച് മുകളിലേക്ക് പോകാൻ പറ്റും കേട്ടോ. ജീപ്പ്, കാറൊക്കെ മുകളിൽ എത്തുന്നതാണ്. ഇത്യോസ് കാറൊക്കെ നമ്മൾ മുകളിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ നോക്കിയോളി. അപ്പം ഇങ്ങനെയൊക്കെയാണ് റോഡുകളുള്ളത്. 2 വളവുണ്ട് നമുക്ക്. യു പോലത്തെ 2 വളവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ കയറി പോകുന്ന ഭാഗത്തുള്ള 2 ഏക്കർ സ്ഥലം കൊടുക്കാനുള്ള അതിന് 40 രൂപയാണ് അതിൻ്റെ വില വരുന്നത് കേട്ടോ. അപ്പം ബസ് റൂട്ടിൽ നിന്നാണ് നമുക്ക് ഈ 2 പ്ലോട്ടിലേക്കും കയറാനുള്ളത്. അപ്പം നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. 2ൻ്റെയും ഓണർ ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കാണാം. ഓക്കെ, അടിപൊളി ഏരിയ, നല്ല സ്ഥലം തന്നെ.